ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 2 സ്റ്റിൽ വി റൈസ് എന്ന് പറയുന്ന പുതിയൊരു യൂണിറ്റാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലത്തെ സിൻഡ്രല്ല എന്ന് പറയുന്ന സ്റ്റോറിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, സോ പേജ് നമ്പർ 41 സിൻഡ്രല്ല. അപ്പോൾ നമുക്ക് നോക്കാം. The Cinder Girl. Once upon a time, there was a rich man who lived happily with his wife and daughter. അപ്പോൾ എന്താണ്, ഒരു സമയത്ത് ഒരു റിച്ച് ആയിട്ടുള്ള, വളരെയധികം ധനികനായിട്ടുള്ള, പണക്കാരനായിട്ടുള്ള ഒരു മാൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെയും ഭാര്യയുടെയും അതുപോലെ തന്നെ ഡോട്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്, മകളുടെയും കൂടെ വളരെ സന്തോഷമായിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. ഓക്കെ, one day his wife fell sick. അപ്പോൾ എന്താണ്, ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വയ്യാണ്ടായി. ഓക്കെ, when she felt that her end was drawing near, she called her only daughter near her and said, "Dear child, be good and pious, and God will always take care of you." അപ്പോൾ എന്താണ്, അപ്പോൾ വയ്യാണ്ടായ ഭാര്യയ്ക്ക് മനസ്സിലായി, ഏറെക്കുറെ ആ ഭാര്യ മരിക്കാനായി, എൻഡ് ആവാനായി എന്ന് മനസ്സിലായപ്പോൾ ആ ഭാര്യയുടെ മകളിനെ, ഒരേ ഒരു മകളിനെ വിളിച്ചിട്ട് പറഞ്ഞ്, നീ നല്ലപോലെ ഗുഡായിട്ട് ഇരിക്കുക, അങ്ങനെയാണെങ്കിൽ ദൈവം നിന്നെ സഹായിക്കാൻ എപ്പോഴും, ദൈവം നിന്നെ സംരക്ഷണത്തിന് എപ്പോഴും ഉണ്ടായിരിക്കും, ദൈവം നിന്നെ കെയർ ചെയ്യും എന്നൊക്കെ പറയാണ് ആ ഡോട്ടറിനോട്. ഓക്കെ, ഐ വിൽ ലുക്ക് അപ്പോൺ യു ഫ്രം ഹെവൻ ആൻഡ് വിൽ ബി വിത്ത് യു. അപ്പോൾ എന്താണ്, ഞാൻ നിന്നെ ഹെവൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് നോക്കിക്കൊള്ളാം, മാത്രമല്ല ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ട് എന്നൊക്കെ ഡോട്ടറിനോട് പറയാണ്. ഓക്കെ, ആൻഡ് ദെൻ ഷീ ക്ലോസ്ഡ് ഹെർ ഐസ് ഫോർ എവർ. അപ്പോൾ എന്താണ്, ഇതും പറഞ്ഞിട്ട് എന്നേക്കുമായിട്ട് ആ ഭാര്യ, ആ റിച്ച് മാൻ്റെ ഭാര്യ കണ്ണടയ്ക്കുകയാണ്. ഓക്കെ, അതായത് അത് മരിക്കുകയാണ്, ആ ഭാര്യ മരിക്കുകയാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ മെയ്ഡൻ വെൻറ്റ് എവറി ഡേ ടു ഹെർ മദേഴ്സ് ഗ്രേവ് ആൻഡ് വെപ്റ്റ് ആൻഡ് റിമെയിൻ പയസ് ആൻഡ് ഗുഡ്. അപ്പോൾ എന്താണ് പറയണത്, ഈ മെയ്ഡൻ എന്ന് പറഞ്ഞാൽ കന്യക. അപ്പോൾ ഈ മോള് എന്നും അമ്മയുടെ ഗ്രേവിൻ്റെ അടുത്തേക്ക്, അതായത് കല്ലറയുടെ അടുത്തേക്ക് പോവും, മാത്രമല്ല പിന്നെ അവളൊരു ഭക്തിയൊക്കെ ഉള്ള ഒരു നല്ലൊരു കുട്ടിയായിട്ടാണ് വളർന്നത്. പയസ് എന്ന് പറഞ്ഞാൽ ഭക്തി എന്നാണ്. ഓക്കെ, വെൻ വിൻ്റർ കെയിം ദ സ്നോ കവേർഡ് ദ ഗ്രേവ് വിത്ത് എ വൈറ്റ് കവറിങ്. അപ്പോൾ എന്താണ്, വിൻ്റർ വന്നപ്പോൾ ഈ ഗ്രേവ്, ഈ കല്ലറ മഞ്ഞൊക്കെ വീണിട്ട് വൈറ്റ് കവറിങ് പോലെ ആ കല്ലറയുടെ മേലെ ആയി. ഓക്കെ, ദെൻ ദ സൺ കെയിം ഇൻ ദ ഏർലി സ്പ്രിങ് ആൻഡ് മെൽറ്റഡ് ഇറ്റ് അവേ. അപ്പോൾ എന്താ, സ്പ്രിങ് വന്നാൽ സണ്ണ് വന്നിട്ട് ഈ മഞ്ഞൊക്കെ മെൽറ്റായിട്ട് പോകും. ഓക്കെ, സൂൺ സിൻഡ്രല്ലാസ് ഫാദർ മാരീഡ് അഗെയിൻ. അപ്പോൾ എന്താണ്, പെട്ടെന്ന് തന്നെ സിൻഡ്രല്ലയുടെ ഫാദർ വേറെ കല്യാണം കഴിച്ചു. ദ ന്യൂ വൈഫ് വാസ് പ്രൗഡ് ആൻഡ് അൺകൈൻഡ് വുമൺ. അപ്പോൾ എന്താണ്, പുതിയ ഭാര്യ എന്ന് പറയണത് ഭയങ്കര അഹങ്കാരിയും അതുപോലെ തന്നെ ദയൊന്നും ഇല്ലാത്ത ഒരു സ്ത്രീ ആയിരുന്നു. ഓക്കെ, the new wife brought her 2 daughters along with her. അപ്പോൾ എന്താണ്, അപ്പോൾ അമ്മ മാത്രമല്ല പിന്നെ 2 ഡോട്ടറുണ്ട്. though they were beautiful and fair in appearance, at heart they were wicked and ugly. അപ്പോൾ എന്താണ്, അവർ പുറത്തേക്ക് നല്ല ബ്യൂട്ടിഫുള്ളും ഫെയറൊക്കെയാണ്, പക്ഷെ ഉള്ളിൽ അവർ ഒരു നല്ല സ്വഭാവമൊന്നുമില്ല, ചീത്തൊരു സ്വഭാവമാണ് അവരുടെ. ഓക്കെ, and then began the evil times for the poor girl. അപ്പോൾ ഇവളെ ഇങ്ങനെ ഭയങ്കര അസൂയോടൊക്കെ ആയിരുന്നു ഇവർ കണ്ടിരുന്നത്. ഓക്കെ, ഈസ് ദ സ്റ്റുപ്പിഡ് ക്രിയേച്ചർ ടു സിറ്റ് ഇൻ ദ സെയിം റൂം വിത്ത് അസ്. അപ്പോൾ എന്താണ്, ഈ സ്റ്റുപ്പിഡായിട്ടുള്ള ഗേൾ, അതായത് ഈ വൃത്തികെട്ട ജീവി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ താഴ്ത്തി പറയാണ്, ഇവളും ഞങ്ങളുടെ കൂടെ ഈ സെയിം റൂമിലാണോ ഇരിക്കുന്നത് എന്ന് അവർ ചോദിക്കുകയാണ്. ദോസ് ഹു ഈറ്റ് ഫുഡ് മസ്റ്റ് ഏൺ ഇറ്റ്. എന്താണ് പറയുന്നത്, അപ്പോൾ എന്താണ്, ചെളിയിൽ ഭക്ഷണം കഴിച്ച് സമ്പാദിക്കുന്നവരാണ് അവൾ എന്നൊക്കെ പറയാണ്. ഷീ ഈസ് നത്തിങ് ബട്ട് എ കിച്ചൺ മെയ്ഡ്. അവളൊന്നുമല്ല, അവളൊരു കിച്ചൺ മെയ്ഡ് മാത്രമാണ് എന്ന് പറയാണ്. ഓക്കെ, they took away her pretty dresses and forced her to put on an old grey one. അപ്പോൾ എന്താണ്, അവളുടെ നല്ല ഡ്രസ്സൊക്കെ ഇവരെടുത്ത് കൊണ്ടുപോയിട്ട് അവളോടൊരു നാശമായിട്ടുള്ള പഴയ ഡ്രസ്സ് ഇടാനായിട്ട് ഇവർ പറയും. ഓക്കെ, they also gave her wooden shoes to wear. എന്താണ്,
അവർ മരത്തിൻ്റെ ഷൂസാണ് അവൾക്ക് വെയർ ചെയ്യാനായിട്ട് കൊടുക്കുക. ഓക്കെ, ദ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ലാഫ്ഡ് അറ്റ് ഹെർ ആൻഡ് സെൻഡ് ഹെർ ടു ദ കിച്ചൺ. അപ്പോൾ എന്താ, ഇവളെ കാണുമ്പോൾ ചിരിച്ച് കളിയാക്കിയിട്ട് ഇവളെ കിച്ചണിലേക്ക് പറഞ്ഞയക്കും ഇവരെ സിസ്റ്റേഴ്സ്, ഈ സിസ്റ്റേഴ്സ് ഇല്ലേ അവർ. ഓക്കെ, she was made to do heavy work from morning to night, get up early in the morning, draw water, make the fire, cook and wash. അപ്പോൾ അവിടെ എന്താണ്, അവിടെ ഫുള്ള് പണിയാണ്. അവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയാണ് ഇവൾക്ക്. രാവിലെ നേരത്തെ എണീക്കണം, വെള്ളം കോരണം, അതുപോലെ തന്നെ തീ കത്തിക്കണം, കുക്ക് ചെയ്യണം, വാഷ് ചെയ്യണം, അങ്ങനെ ഫുള്ള് നേരം വെളുത്തത് മുതൽ വൈകുന്നേരം വരെ ഇവൾക്ക് ഓരോ പണികളാണ്. ഓക്കെ, ഇൻ ദ ഈവനിങ് she was quite tired after the day's hard work. അപ്പോൾ ഈവനിങ് വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇവളാകെ ടയേർഡായിട്ടുണ്ടായിരിക്കും. എന്താണ്, രാവിലെ തന്നെ ഫുള്ള് പണിയായ കാരണം വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇവൾ ടയേർഡായിട്ടുണ്ടാവും. ഓക്കെ, ആസ് she had no bed to lie upon, she had to rest on the hearth among the cinders. അപ്പോൾ എന്താണ് പറയണത്, ഇവൾക്ക് റെസ്റ്റ് എടുക്കാൻ സ്ഥലമൊന്നുമില്ല. റെസ്റ്റ് എടുക്കാൻ സ്ഥലമില്ലാത്ത കാരണം, ബെഡൊന്നും ഇല്ലാത്ത കാരണം അവൾ ആ ഹേർത്ത് പറഞ്ഞാൽ അടുപ്പിൻ്റെ ഇടയിലെ, അടുപ്പിൻ്റെ അവിടെയാണ് അവൾ കിടക്കുക. ഷീ ഓൾവേസ് ലുക്ക് ഡസ്റ്റി ആൻഡ് ഡേർട്ടി ആസ് ഷീ സ്ലെപ്റ്റ് ഇൻ ദ സിൻഡേഴ്സ്. സിൻഡേഴ്സ് എന്ന് പറയുന്നത് ചാരം. അപ്പോൾ ഇവിടെ കിടക്കുന്നത് കാരണം തന്നെ ഇവളെ എപ്പോഴും വൃത്തിയില്ലാണ്ട് ഡേർട്ടി ആയിട്ട് ഡസ്റ്റി പൊടിയൊക്കെ ആയിട്ടാണ് ഇവളെപ്പോഴും ഉണ്ടാവുക. സോ ദേ നെയിംഡ് ഹെർ സിൻഡ്രല്ല. അതുകൊണ്ടാണ് അവളെ അവർ നെയിം ഇട്ടത് എന്ത്, സിൻഡർല എന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ പോർഷൻ പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം, ദ മാജിക് ബിഗിൻസ്. One day, the young prince of the land invited all the girls of the kingdom to a ball. അപ്പോൾ എന്താണ്, ഒരു ദിവസം അവിടുത്തെ യങ് പ്രിൻസ് എന്ത് ചെയ്തു, എല്ലാ യങ് ഗേൾസിനെയും അവിടുത്തെ ബോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡാൻസ് ഒക്കെ കളിക്കുന്ന ഒരു ഹാളാണ്. അപ്പോൾ ആ ഹാളിനെയാണ് നമ്മൾ ബോൾ എന്ന് പറയുക. അപ്പോൾ അവിടേക്ക് ഈ എല്ലാ യങ് ഗേൾസിനെയും ക്ഷണിച്ചു. ഓക്കെ, to the ball, planning to choose his princess from amongst them. അപ്പോൾ എന്തിനാണ് പ്രിൻസസ്, രാജകുമാരിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ എല്ലാ ആൾക്കാരിനെയും, എല്ലാ പെൺകുട്ടികളെയും യങ് ഗേൾസിനെയും വിളിച്ചു. ഓക്കെ, സിൻഡ്രല്ല സിസ്റ്റേഴ്സ് were delighted on hearing this invitation. അപ്പോൾ ഈ ഇൻവിറ്റേഷൻ കേട്ടപ്പോൾ എന്താണ്, സിൻഡ്രല്ലയുടെ സിസ്റ്റേഴ്സിനൊക്കെ വളരെയധികം സന്തോഷമായി. they selected the best gowns, they dressed their hairs. അപ്പോൾ എന്താണ്, അവരുടെ ഏറ്റവും നല്ല ഗൗൺസൊക്കെ സെലക്ട് ചെയ്ത് അവരവരുടെ മുടിയൊക്കെ നന്നായി ഡ്രസ്സ് ചെയ്ത്, ബട്ട് they were not taking Cinderella with them. പക്ഷെ അവരുടെ കൂടെ ആരിനെ കൊണ്ടുപോയില്ല, സിൻഡ്രല്ലനെ കൊണ്ടുപോയില്ല. You can go when beggars hold a ball. അപ്പോൾ ഒരു ബോൾ, ഇങ്ങനെ ഒരു വിരുന്ന് ആര് ക്ഷണിച്ചെങ്കിൽ, ബെഗേഴ്സൊക്കെ ക്ഷണിച്ചെങ്കിൽ നിനക്ക് പോവാം, അല്ലെങ്കിൽ നിനക്ക് പോകാൻ പറ്റില്ല. ദേ ടോൾഡ് ഹെർ. അപ്പോൾ ഇങ്ങനെ അവളോട്, സിൻഡർലയോട് പറഞ്ഞു. ഓക്കെ, കോം അവർ ഹെയർ, ബ്രഷ് അവർ ഷൂസ് ആൻഡ് മേക്ക് അവർ ബക്കിൾസ് ഫാസ്റ്റ്. അപ്പോൾ ഞങ്ങളുടെ മുടിയൊക്കെ ചീന്തി തായോ, ഷൂസൊക്കെ ബ്രഷ് ചെയ്ത് തായോ പറഞ്ഞിട്ടുള്ള പണികളൊക്കെ കൊടുക്കുകയാണ്. വി ആർ ഗോയിങ് ടു ദ പ്രിൻസസ് ബോൾ. അപ്പോൾ എന്താണ്, ഞങ്ങൾ പ്രിൻസസിൻ്റെ നൃത്തവേദിയിലേക്ക് പോവാണ് എന്ന് പറയാണ്. ഓക്കെ, വെൻ ഷീ heard this, Cinderella could not help crying, for she too liked to go to the party. അപ്പോൾ എന്താണ്, സിൻഡ്രല്ലയ്ക്കും പാർട്ടിക്ക് പോകണം എന്നുണ്ട്. അതുകൊണ്ട് സിൻഡ്രല്ല കരയാനായിട്ട് തുടങ്ങി. ഓക്കെ, ഷി ബെഗ്ഡ് ഹെർ സ്റ്റെപ്പ് മദർ ടു ടേക്ക് ഹെർ അലോങ്. അപ്പോൾ സ്റ്റെപ്പ് മദറിനോട് ബെഗ് ചെയ്തു, യാചിച്ചു അവളെയും കൂടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. വാട്ട്, യു സിൻഡ്രല്ല, ഇൻ ഓൾ യു ഡസ്റ്റ് ആൻഡ് ഡേർട്ട് യു വാണ്ട് ടു ഗോ ടു ദ ബോൾ, യു ഹാവ് നോ ഡ്രസ്സസ് ആൻഡ് നോ ഷൂസ്. അപ്പോൾ എന്താണ്, ഈ ചെളിയൊക്കെ പിടിച്ചിട്ട് നീ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണോ, നിനക്ക് ഒരു ഡ്രസ്സും ഒരു ഷൂവും ഒന്നും ഇല്ല എന്ന് പറയാണ്. ഓക്കെ, you want to dance? She turned her back to Cinderella and hurriedly set out with her two proud daughters. When Cinderella lost sight of them, she felt very sad. അപ്പോൾ നിന്നെയാണോ കൊണ്ടുപോകുന്നതെന്നും പറഞ്ഞിട്ട് ഈ സ്റ്റെപ്പ് മദർ അവർ രണ്ട് ഡോട്ടറിനും പിടിച്ചിട്ട് പ്രൗഡായിട്ട് പോവാണ്. ഓക്കെ, വെൻ സിൻഡ്രല്ല ലോസ് സൈറ്റ് ഓഫ് ദം. അപ്പോൾ അവർ പോയ സൈറ്റ് പോയി കാണാനില്ല. അപ്പോൾ അവർ നടന്നിട്ട് കാണാനില്ല. അപ്പോൾ അവർ ഷീ ഫെൽറ്റ് വെരി സാഡ്. അവൾക്ക്
വളരെയധികം സങ്കടമായി. ഓക്കെ, ഷീ സ്റ്റാർട്ടഡ് ക്രൈങ്, അവൾ കരയാനായിട്ട് തുടങ്ങി. ടീയേഴ്സ് റോൾഡ് ഡൗൺ ഹെർ ചീക്സ്, ഷീ തോട്ട് ഓഫ് ഹെർ ഓൺ മദർ. അപ്പോൾ എന്താണ്, അവൾ കണ്ണീരിങ്ങനെ വരാനായിട്ട് തുടങ്ങി. അവളുടെ സ്വന്തം അമ്മയെ പറ്റി ചിന്തിച്ചു. ഇഫ് മൈ മദർ ഹാഡ് ബീൻ അലൈവ് ഷീ വുഡ് ഹാവ് സെൻഡ് മീ ടു ദ ബോൾ. അപ്പോൾ എൻ്റെ അമ്മ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ബോളിൽ പങ്കെടുക്കാമായിരുന്നു എന്ന് അവൾ ചിന്തിക്കുകയാണ്. ഓക്കെ, സഡൻലി ഷി ഹേർഡ് എ വോയിസ്. അപ്പോൾ പെട്ടെന്ന് അവളൊരു വോയിസ് കേട്ടു. യു വിൽ സർട്ടൻലി ഗോ ടു ദ ബോൾ. അപ്പോൾ നീ എന്തായാലും ഈ ബോളിൽ പോയിരിക്കും. ഐ ആം യുവർ ഫെയറി ഗോഡ് മദർ. അപ്പോൾ ഞാനൊരു ഫെയറി ഗോഡ് മദർ ആണ്. സിൻഡ്രല്ല ടേൺഡ് അറൗണ്ട്, ഷീ സോ എ ഫെയറി സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ഹെർ. ഐ ആം ദ ക്യൂൻ ഓഫ് ഫെയറീസ്, ഷീ സെഡ്. അപ്പോൾ പെട്ടെന്ന് ഈ സിൻഡ്രല്ല ഒരു വോയിസ് കേട്ടു. നിങ്ങൾ എന്തായാലും എന്തിന് പോയിരിക്കും, ഈ ബോളിൽ പോയിരിക്കും. ഐ ആം യുവർ ഫെയറി ഗോഡ് മദർ. അപ്പോൾ ഒരു മാലാഖ അവിടെ വരികയാണ്. ദെൻ അത് പറയും, സിൻഡ്രല്ല ടേൺ റൗണ്ട്, ഷീ സോ എ ഫെയറി സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ. ഐ ആം ദ ക്യൂൻ ഓഫ് ഫെയറീസ്, ഞാൻ ഫെയറികളുടെ ക്യൂനാണ്. ഷീ സെഡ് ഐ വിൽ സെൻഡ് യു ടു ദ ബോൾ, ഞാൻ നിന്നെ ബോളിലേക്ക് പറഞ്ഞയക്കാം. വെൽ സെഡ് ഹെർ ഗോഡ് മദർ, ബി എ ഗുഡ് ഗേൾ ആൻഡ് ഐ വിൽ കോൺട്രീവ് ദാറ്റ് യു ഷോൾ ഗോ. എന്താണ്, വെൽ സെഡ് ഹെർ ഗോഡ് മദർ. എന്നിട്ട് ഗോഡ് മദർ പറയാണ്, നിങ്ങളൊരു ഗുഡ് ഗേൾ ആണ്. ആൻഡ് വിൽ കോൺട്രീവ് ദാറ്റ് യു ഷോൾ ഗോ. അപ്പോൾ പോകാനുള്ള ഒരു ഉപായം പറഞ്ഞു തരാമെന്ന് പറയാണ്. അപ്പോൾ കോൺട്രീവ് എന്ന് പറഞ്ഞാൽ ഉപായം. ഷി വെൻ വിത്ത് സിൻഡ്രല്ല ഇൻ ടു ഹെർ ചേംബർ ആൻഡ് ടോൾ ഹെർ റൺ ഇൻ ടു ദ ഗാർഡൻ. അപ്പോൾ എന്താണ്, ഈ സിൻഡ്രല്ലനോട് ഈ ഫെയറി പറയാണ്, ഗാർഡനിലേക്ക് ഓടിയിട്ട് ഒരു പംകിൻ കൊണ്ടുവരാൻ ആയിട്ട് പറയാണ്. ഓക്കെ, സിൻഡ്രല്ല വെന്റ് ഇമ്മീഡിയറ്റ്ലി ടു ഗെദർ ദ ഫൈനസ്റ്റ് പംകിൻ ആൻഡ് കുഡ് ഗെറ്റ് ആൻഡ് ബ്രോട്ട് ഇറ്റ് ടു ഹെർ ഗോഡ് മദർ. അപ്പോൾ ഈ ഗോഡ് മദറിന് എന്താണ്, അതിൽ ഏറ്റവും നല്ല ഒരു പംകിൻ തന്നെ ഈ ഗോഡ് മദറിന് അവൾ കൊടുത്തു. ഓക്കെ, ഷീ കുഡ് നോട്ട് ഇമാജിൻ ഹൗ ദിസ് പംകിൻ കുഡ് ഹെൽപ്പ് ഹെർ ഗോ ടു ദ ബോൾ. അപ്പോൾ അവൾക്ക് ഈ പംകിൻ എങ്ങനെയാണ് അവളെ സഹായിക്കുക, ബോളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എങ്ങനെ സഹായിക്കുക എന്ന് അവൾക്ക് ഇമാജിൻ ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല. ദ ഫെയറി വേവ്ഡ് എ മാജിക് വാൻഡ് ഓവർ ദ പംകിൻ. അപ്പോൾ ഈ ഫെയറിയുടെ കയ്യിലൊരു മാജിക് വാൻഡ് ഉണ്ടായിരുന്നു, മാന്ത്രിക വടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ പംകിൻ്റെ മേലെ കൂടെ ഇങ്ങനെ വേവ് ചെയ്തു. ഓക്കെ, സഡൻലി ദ പംകിൻ ചേഞ്ച്ഡ് ഇൻ ടു എ റെഡ് കോച്ച്. അപ്പോൾ എന്താണ്, പെട്ടെന്ന് ഈ പംകിൻ ഒരു റെഡ് കോച്ചായിട്ട് മാറി. ഓക്കെ, ദെൻ ദ ഫെയറി സെഡ് യു വിൽ ട്രാവൽ ഇൻ ദിസ് കോച്ച് ടു ദ പാലസ്. അപ്പോൾ എന്താണ്, പെട്ടെന്ന് ഇത് ഈ കോച്ചായിട്ട് മാറി. എന്നിട്ട് പറയാണ്, ഇനി നീ പാലസിലേക്ക് ഈ കോച്ചിൽ പോയിക്കോ എന്ന് പറയാണ്. ബട്ട് വി മസ്റ്റ് ഹാവ് ഹോഴ്സസ് ടു ഡ്രോ ഇറ്റ്. പക്ഷേ ഈ കോച്ച് വലിക്കാൻ നമുക്ക് എന്ത് വേണം, ഹോഴ്സസ്, കുതിര വേണം എന്ന് പറയാണ്. ഓക്കെ, there is a mouse trap in the backyard of your house, bring it to me. അപ്പോൾ എന്താണ്, നിൻ്റെ വീട്ടിൻ്റെ പുറകിലായിട്ട് ബാക്ക്യാർഡിലായിട്ട് ഒരു മൗസ് ട്രാപ്പ് ഉണ്ട്, അതെടുത്ത് വായോ എന്ന് ഫെയറി പറയാണ്. അപ്പോൾ ആ ഫെയറിയുടെയും സിൻഡ്രല്ലയുടെയും ഒക്കെ പിക്ചർ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് കൂട്ടുകാരൊന്ന് നോക്കി നോക്കുക. സിൻഡ്രല്ല വെൻറ്റ് ഔട്ട് ആൻഡ് ബോട്ട് ദ മൗസ് ട്രാപ്പ്. എന്താണ്, സിൻഡ്രല്ല പോയിട്ട് ആ മൗസ് ട്രാപ്പ് എടുത്തിട്ട് വന്നു. There were 6 mice in it. അപ്പോൾ അതിൽ 6 മൗസസ് ഉണ്ടായിരുന്നു. The fairy waved the magic wand over it and all the mice were turned into 6 white houses. അപ്പോൾ എന്താണ്, ഈ ഫെയറി ആ മാന്ത്രിക തണ്ട് ആ മൈസസിൻ്റെ മേലൊക്കെ വീശിയപ്പോൾ എന്തുണ്ടായി, ഈ മൈസസ് ഒക്കെ 6 വെള്ള കുതിരകളായിട്ട് മാറി. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്തുണ്ടായി നോക്കാം. ലുക്കിംഗ് അറ്റ് ദ കോച്ച് ആൻഡ് ദ ഹോഴ്സസ് ദ ഫെയറി സെഡ് നൗ വി ഹാവ് എ കോച്ച് ടു ട്രാവൽ ഇൻ ആൻഡ് 6 ഹോഴ്സസ് ടു ഡ്രോ ഇറ്റ്. അപ്പോൾ ഇപ്പം നമുക്ക് എന്തുണ്ട്, ഇപ്പം നമുക്കൊരു കോച്ചും ഉണ്ട്, ആ കോച്ച് കൊണ്ടുപോകാൻ 6 കുതിരകളും ഉണ്ട്. ഓക്കെ, ബട്ട് വി ഹാവ് ഇൻ എനി ഫുട്മെൻ. അപ്പോൾ പക്ഷേ നമുക്കൊരു ഫുട്മെന്നെ ഇല്ല. ഗോ അഗെയിൻ ഇൻ ടു ദ ഗാർഡൻ ആൻഡ് യു വിൽ ഫൈൻഡ് 6 ലിസാർഡ് ബിഹൈൻഡ് ദ വാട്ടറിംഗ് പോട്ട്. അപ്പോൾ നീ ഒന്നും കൂടി ഗാർഡനിലേക്ക് പോ, അവിടെ വാട്ടറിംഗ് പോട്ടിൻ്റെ ബിഹൈൻഡായിട്ട് ബാക്കിലായിട്ട് 6 ലിസാർഡ് 6 പല്ലികളുണ്ട് എന്ന് പറയാണ്. ബ്രിങ് ദം, അവരെ കൊണ്ടുവായോ എന്ന് പറയാണ്. ഓക്കെ,
When Cinderella brought the 6 lizards, the fairy changed them into footmen. അപ്പോൾ ഈ 6 ലിസാർഡിനെ സിൻഡ്രല്ല കൊടുന്നപ്പോൾ എന്ത് ചെയ്തു ഈ ഫെയറി അതിനെ ഫുഡ്മെൻ ആക്കിയിട്ട് മാറ്റി. ദ ഫുഡ്മെൻ ബോഡ് അറ്റ് ഹർ. അപ്പോൾ ഈ ഫുഡ്മെൻ ഇവളെ കാണിച്ചിട്ട് ബോ ചെയ്തു. ദെൻ വോർ ബ്ലൂ ആൻഡ് യെല്ലോ ക്ലോത്ത്സ് ദേ വോർ. അപ്പോൾ എന്താണ് ഈ ഫുഡ്മെൻ ഇട്ടിരിക്കുന്നത്? ബ്ലൂവും യെല്ലോയും ആയിട്ടുള്ള, യെല്ലോവും കൂടിയിട്ടുള്ള ക്ലോത്ത് ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. സിൻഡ്രല്ല വാസ് വെരി ഹാപ്പി ടു സീ ദം. അപ്പോൾ അവരെ കണ്ടപ്പോൾ സിൻഡ്രല്ലക്ക് വളരെയധികം സന്തോഷമായി. സിൻഡ്രല്ല വാസ് വെരി ഹാപ്പി ടു സീ ദം ബട്ട് ഷീ ബിക്കെയിം സാഡ് വെൻ ഷീ ലുക്ക്ഡ് അറ്റ് ഹെർ ക്ലോത്ത്സ്. പക്ഷേ സിൻഡ്രല്ലയുടെ ഡ്രസ്സ് സിൻഡ്രല്ല നോക്കിയപ്പോൾ സിൻഡ്രല്ലക്ക് വളരെയധികം വിഷമമായി. കാരണം അത് ആകെ ഡേർട്ടും ഡസ്റ്റും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ഡ്രസ്സായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ സിൻഡ്രല്ലക്ക് ആകെ വിഷമമായി. ഓക്കെ, but I cannot go in these rags, she said. പക്ഷേ എനിക്കിതിന് പോവാൻ പറ്റില്ല എന്ന് സിൻഡ്രല്ല പറഞ്ഞു. ഓക്കെ, I will give you wonderful clothes, the fairy said. അപ്പോൾ ഈ ഫെയറി പറയാണ്, ഞാൻ നിനക്ക് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഡ്രസ്സസ് തരാം. the fairy touched Cinderella's with her magic wand. എന്നും പറഞ്ഞുകൊണ്ട് മാജിക് വാൻഡ് കൊണ്ട് എന്ത് ചെയ്തു? സിൻഡ്രല്ലയുടെ ഡ്രസ്സിന് ആ ഫെയറി ഒന്ന് ടച്ച് ചെയ്തു, ഒന്ന് തൊട്ടു. Her rags changed into beautiful clothes of silk and gold. അപ്പോൾ എന്തുണ്ടായി? അവളുടെ ക്ലോത്ത്സ് ചേഞ്ച് ആയി. എങ്ങനെയാണ്? സിൽക്ക് കൊണ്ടുണ്ടാക്കിയ, സിൽക്കും ഗോൾഡും കൊണ്ടുണ്ടാക്കിയ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്ലോത്ത് ആയിട്ട് അത് മാറി. There were diamonds in her hair. അപ്പം മാത്രമല്ല അവളുടെ ഹെയറിന് ഡയമണ്ട് ഉണ്ട്. ആൻഡ് ഷി wore 2 pretty glass shoes. മാത്രമല്ല അവൾ 2 pretty glass ഷൂസാണ് ഇട്ടിട്ടുള്ളത്. Then the fairy said. എന്നിട്ട് ഫെയറി പറയാണ്, യു ക്യാൻ ഗോ ടു ദ ബോൾ നൗ. നിനക്ക് ഇപ്പോൾ ബോളിന് പാർട്ടിക്ക് പോവാമെന്ന് പറയാണ്. ബട്ട് റിമെമ്പർ ദ മാജിക് എൻഡ്സ് അറ്റ് 12 o'clock. ഇപ്പോൾ നിനക്ക് ഈ പാർട്ടിക്ക് ബോളിന് പോവാം, പക്ഷെ നീ ഓർക്കണം 12 മണിക്ക് ഈ മാജിക് എല്ലാം അവസാനിക്കും. യു മസ്റ്റ് റിട്ടേൺ ഹോം ബിഫോർ ദാറ്റ് ടൈം. അപ്പോൾ ആ സമയത്തിന് മുന്നേ ആയിട്ട് നീ വീട്ടിലേക്ക് തിരിച്ചു വരണം. നെക്സ്റ്റ് എന്തുണ്ടായി നോക്കാം. ദ ബോൾ. സിൻഡ്രല്ല വെൻറ്റ് ടു ദ ബോൾ ഡ്രെസ്ഡ് ഇൻ ബ്യൂട്ടിഫുൾ വണ്ടർഫുൾ ക്ലോത്ത്സ്. അപ്പോൾ എന്താണ്? ഈ വളരെ മനോഹരമായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സിൻഡ്രല്ല ബോളിലേക്ക് പോയി. ഷി റോഡ് ഇൻ ദ റെഡ് കോച്ച്. അപ്പോൾ അവൾ പോയത് എന്താണ്? റെഡ് കോച്ചിലാണ്. 6 footmen വെയിറ്റഡ് ഓൺ ഹെർ. അപ്പോൾ 6 footmen ആണ് അവളെ വെയിറ്റ് ചെയ്തത്. ഇൻ ദ ബോൾ റൂം ഷി ലുക്ക് ലൈക്ക് എ പ്രിൻസസ്. അപ്പോൾ ആ ബോൾ റൂമിൽ ഇവളൊരു പ്രിൻസസിനെ പോലെയായിരുന്നു തോന്നിയത്. Nothing was then heard but a confused noise. How beautiful she is, how beautiful she is. അപ്പോൾ അവിടെയുള്ള എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇവൾ എന്ത് ഭംഗിയാണ്, how beautiful she is എന്ന് പറയുന്നുണ്ടായിരുന്നു. The prince noticed her at once. അപ്പോൾ പ്രിൻസ് അവളൊന്ന് നോട്ടീസ് ചെയ്തു. ഹി ഡാൻസ്ഡ് ഓൺലി വിത്ത് ഹെർ. ഈ പ്രിൻസ് അവളായിട്ട് മാത്രമാണ് എന്ത് ചെയ്തത്? ഡാൻസ് ചെയ്തത്. ഹെർ സിസ്റ്റേഴ്സ് വർ നൗ ജീലസ് ഓഫ് ഹെർ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ആ സിസ്റ്റേഴ്സ് ജീലസ് ഒരു അസൂയ തോന്നി. ബട്ട് ദേ ഡിഡ് നോട്ട് റെക്കഗ്നൈസ് സിൻഡ്രല്ല. പക്ഷേ അവർക്കൊന്നും സിൻഡ്രല്ലനെ മനസ്സിലായില്ല. ഓക്കെ, ഷി വെൻറ്റ് ഓൺ ഡാൻസിങ് ആൻഡ് ഫോർഗോട്ട് അബൌട്ട് ദ ടൈം. അപ്പോൾ ഈ സിൻഡ്രല്ല ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഈ സിൻഡ്രല്ല ഈ സമയമൊക്കെ മറന്നുപോയി. ദ ക്ലോക്ക് സ്റ്റാർട്ടഡ് ടു സ്ട്രൈക്ക് 12. അപ്പോൾ എന്തായി? ഈ ക്ലോക്ക് 12 മണി അടിക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, ഷി നൗ റിമെമ്പർ ദ വേർഡ്സ് ഓഫ് ദ ഫെയറി. അപ്പോൾ ഇവൾ ഈ ഫെയറിയുടെ വേർഡ്സ് ഇവൾക്ക് ഓർമ്മ വന്നു. ഷി ബോൾ ടു ദ പ്രിൻസ് ആൻഡ് റാൻ ക്വിക്ലി ഔട്ട് ഓഫ് ദ ബോൾ റൂം. അപ്പോൾ എന്താണ്? അവൾ ആ പ്രിൻസസിനെ വിട്ടിട്ട് ആ ബോൾ റൂമിൽ നിന്ന് പെട്ടെന്ന് ഓടി. അറൈവിങ് ഹോം ഷി റാൻ ടു സീക്ക് ഔട്ട് ഹെർ ഗോഡ് മദർ ടു ടെൽ എവറിത്തിങ് ദാറ്റ് ഹാഡ് ഹാപ്പൻ ടു ദ ബോൾ. അപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ട് അവൾ അവളുടെ ഗോഡ് മദറിനെ തിരയാണ്. ഈ കാര്യങ്ങളൊക്കെ ബോളിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഗോഡ് മദറിനെ തിരയാണ്. ഷീ സെഡ് ദാറ്റ് ഷീ ഹേർട്ടലി വിഷ്ഡ് ഷീ കുഡ് ഗോ ടു ദ ബോൾ ദ നെക്സ്റ്റ് ഡേ ആസ് വെൽ ബിക്കോസ് ദ പ്രിൻസ് ഹാഡ് ഇൻവൈറ്റഡ് ഹെർ. എന്താണ്? അവൾക്ക് പിറ്റേ ദിവസം പോകണമെന്നൊരാഗ്രഹമുണ്ട്. കാരണം ഈ പ്രിൻസ് അവളെ പിറ്റേ ദിവസം ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട്
ഗോഡ്മദറിനെ തിരയാണ്. ദെൻ ഹെർ 2 sisters knocked at the door. അപ്പോൾ എന്തുണ്ടായി, അവളെ 2 സിസ്റ്റേഴ്സ് ഡോറമ്മ മുട്ടി, നോക്ക് ചെയ്തു. സിൻഡ്രല്ല റാൻ ആൻഡ് ഓപ്പൺ ദ ഡോർ. അപ്പോൾ സിൻഡ്രല്ല ഓടിയിട്ട് എന്ത് ചെയ്തു, ഡോർ തുറന്നു. യു സ്റ്റേഡ് സച്ച് എ ലോങ് ടൈം, ഷി ക്രൈഡ്, ഗേപ്പിംഗ്, റബ്ബിംഗ് ഹെർ ഐസ് ആൻഡ് സ്ട്രെച്ചിങ് ഹെർസെൽഫ് ആസ് ഇഫ് ഷി ഹാഡ് ബീൻ സ്ലീപ്പിംഗ്. അപ്പോൾ ഇവള് ഉറങ്ങുന്ന പോലെ ഇവളെ ആക്ട് ചെയ്തിട്ട് പറഞ്ഞ് നിങ്ങൾ ഇത്ര സമയം പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് കണ്ണ് തിരുമ്പിയിട്ടാണ് ഇവളിത് ചോദിക്കുന്നത്. ഓക്കെ. If you had been at the ball, said one of her sisters, you would not have been tired with it. The finest princess was the most beautiful the mortal eyes had ever seen. Cinderella seemed very indifferent to what they said. Indeed, she asked them the name of the prince, but they thought they did not know. അപ്പോൾ ഈ സിൻഡ്രല്ല പേരൊക്കെ ചോദിക്കുന്നുണ്ട്, ആരെയാണ് ഈ രാജകുമാരൻ്റെ, പക്ഷെ അവർക്ക് അറിയില്ല. സിൻഡ്രല്ല സ്മൈലിംഗ് replied, she must then be very beautiful indeed. How happy you have been. Could not I see her? Oh dear sister, do lend me your yellow dress which you wear every day. അപ്പോൾ യെസ്, ടു ബി ഷുവർ, ക്രൈഡ് ഹെർ സിസ്റ്റർ, ലെൻഡ് മൈ ക്ലോത്ത്സ് ടു സച്ച് എ ഡേർട്ടി സിൻഡർ വെൻറ്റ് ആസ് യു ആർ. ഐ ഷുഡ് ബി എ സച്ച് എ ഫുൾ. ദ എൻ്റെ ഫാമിലി ബസ്റ്റ് ഇൻ ടു ലാഫർ. അപ്പോൾ എന്താണ്, എൻ്റെ ഫാമിലി ഈ ഡ്രസ്സ് ചോദിച്ചപ്പോൾ ഈ സിൻഡ്രല്ലനെ കളിയാക്കാണ്, എന്നിട്ട് എൻ്റെ ഫാമിലി ഇരുന്ന് ചിരിക്കുകയാണ്. ഓക്കെ. The next day, the 2 sisters wore the ball, and so was Cinderella, dressed even more magnificently than before. അപ്പോൾ എന്താണ്, നെക്സ്റ്റ് ഡേയും 2 സിസ്റ്റേഴ്സ് ബോളിലുണ്ട്. അപ്പോൾ സിൻഡ്രല്ല ഒന്നും കൂടി നന്നായിട്ട് ഡ്രസ്സ് ചെയ്യാൻ മുന്നേ ഉള്ളതിനേക്കാൾ. The prince was always by her side and never ceased to give his compliments and kind words to her. അപ്പോൾ എന്താണ്, സിൻഡ്രല്ലയുടെ ഭാഗത്തായിരുന്നു എപ്പോഴും പ്രിൻസ് ഉണ്ടായിരുന്നത്. സിൻഡ്രല്ല forgot about the time. അപ്പോൾ എന്താണ്, സിൻഡ്രല്ല സമയം മറന്നുപോയി. She thought that it was no later than 11. When she counted the clock striking 12, she jumped up and fled as nimble as a deer. In her hurry, she left one of her glass shoes in the ballroom. അപ്പോൾ എന്താണ്, സമയം 12 മണിയായി, സ്ട്രൈക്ക് ചെയ്യാനായി. അപ്പോൾ അവൾ പെട്ടെന്ന് അവിടുന്ന് ജമ്പ് ചെയ്തിട്ട് ഓടി വരികയാണ്. അപ്പോൾ എന്ത് ചെയ്തു, അവൾ ഒരു ഗ്ലാസ് ഷൂ അവിടെ നഷ്ടപ്പെട്ടു. ബോൾ റൂമിൽ ഒരു ഗ്ലാസ് ഷൂ നഷ്ടപ്പെട്ടു. As she reached in the coach, she heard the last ding dong. അപ്പോൾ കോച്ചിലേക്ക് എത്തിയപ്പോൾ എന്താണ്, ലാസ്റ്റത്തെ ഡിങ് ഡോങ്, 12 മണിയാവുന്ന ആ ഡിങ് ഡോങ് അടിച്ചു. സഡൻലി ദ കോച്ച് ബിക്കെയിം എ പംകിങ്. അപ്പോൾ എന്തുണ്ടായി, ഈ കോച്ച് പെട്ടെന്ന് പംകിങ് ആയിട്ട് മാറി. ദ ഹോഴ്സ് ടേൺഡ് ഇൻ ടു മൈസ്. ഹോഴ്സ് എന്തായി, മൈസ് ആയിട്ട് മാറി. ആൻഡ് ദ ഫുട്മാൻ ഇൻ ടു ഗ്രീൻ ലിസാർഡ്. ഫുട്മാന് ഗ്രീൻ ലിസാർഡ് ആയിട്ട് മാറി. ഹെർ ക്ലോത്ത്സ് ബിക്കെയിം ദ ഓൾഡ് റാക്സ് അഗെയിൻ. അവളുടെ ക്ലോത്ത്സ് പിന്നെയും ആ പഴയ വസ്ത്രമായി മാറി. ബട്ട് ദ വൺ ഷൂ ഓൺ ഹെർ ഫുട്ട് വാസ് അൺചേഞ്ച്ഡ്. പക്ഷേ അവളുടെ കാലുമത്തെ ഒരു ഷൂ മാത്രം മാറിയില്ല. ഷി റീച്ച്ഡ് ഹോം ബിഫോർ ഹെർ സിസ്റ്റേഴ്സ് അറൈവ്ഡ്. അപ്പോൾ സിസ്റ്റർ അവിടെ എത്തുന്നേക്കാൾ മുമ്പ് സിൻഡ്രല്ല അവിടെ എത്തി. സോ ദേ ഡിഡ് നോട്ട് നോ അബൌട്ട് ഹെർ ഗോയിങ് ടു ദ ബോൾ. അതുകൊണ്ട് തന്നെ അവർക്ക് അറിയണ്ടായിരുന്നില്ല ഈ സിൻഡ്രല്ല ബോളിലേക്ക് പോയത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണ്ടായി നോക്കാം, ദ സെർച്ച്. അപ്പോൾ നെക്സ്റ്റ് പോർഷൻ നോക്കാം, ദ സെർച്ച്. ദ പ്രിൻസ് ബിക്കെയിം വെരി സാഡ് വെൻ സിൻഡ്രല്ല ലെഫ്റ്റ് ഹിം. അപ്പോൾ സിൻഡ്രല്ല പ്രിൻസിനെ അവിടെ ഇട്ട് പോയപ്പോൾ പ്രിൻസിന് വളരെയധികം വിഷമമായി. His servants brought him the glass shoe that Cinderella had left in the room. അപ്പോൾ ആ റൂമിൽ ലെഫ്റ്റ് ആയിട്ടുണ്ടായിരുന്ന ഗ്ലാസ് ഷൂ അവർ സെർവൻ്റ് എടുത്തിട്ട് കൊടുന്നു. He wanted to find out the beautiful girl who had danced with him. അപ്പോൾ ഈ പ്രിൻസിൻ്റെ കൂടെ ഡാൻസ് ചെയ്ത ആ ഗേളിനെ കണ്ടുപിടിക്കണമായിരുന്നു. ദ നെക്സ്റ്റ് ഡേ ഹി സെൻഡ് മെസ്സഞ്ചേഴ്സ് ടു അനൗൺസ് ദാറ്റ് ദ പ്രിൻസ് വുഡ് വിസിറ്റ് എവറി ഹോം ടു ഫൈൻഡ് ഔട്ട് ദ ലേഡി. അപ്പോൾ എന്താണ്, നെക്സ്റ്റ് ഡേ അനൗൺസ് ചെയ്തു പ്രിൻസ് എല്ലാ വീട്ടിലേക്കും വരുന്നുണ്ട്. ആ ലേഡീനെ പ്രിൻസിൻ്റെ കൂടെ ഡാൻസ് ചെയ്ത ആ ലേഡീനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിൻസ് എല്ലാ വീട്ടിലേക്കും വരുന്നുണ്ടെന്ന് മെസ്സേജ് ഇട്ടു. ഓക്കെ, ദിസ് ന്യൂസ് എക്സൈറ്റഡ് ദ ലേഡീസ്. അപ്പോൾ ഈ ന്യൂസ് അവിടുത്തെ എല്ലാ ലേഡീസിനെയും എക്സൈറ്റ് ചെയ്യിപ്പിച്ചു. ദ 2 സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് വർ വെരി ഗ്ലാഡ്. അപ്പോൾ ഈ 2 സ്റ്റെപ്പ് സിസ്റ്റേഴ്സിനും വളരെയധികം സന്തോഷമായി. ബിക്കോസ് ദേ ഹാഡ് പ്രെറ്റി ഫീറ്റ്. എന്താണ് കാരണം,
അവർക്ക് വളരെ മനോഹരമായിട്ടുള്ള കാലമായിരുന്നു. ദേ പുട്ട് ഓൺ ദെയർ ബെസ്റ്റ് ക്ലോത്ത്സ് ആൻഡ് വെയിറ്റഡ് ഫോർ ദ പ്രിൻസ്. അപ്പോൾ അവർക്ക് ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഡ്രസ്സ് ഇട്ടിട്ട് പ്രിൻസിനെ കാത്തിട്ട് നിൽക്കുമായിരുന്നു. ബട്ട് സിൻഡ്രല്ല ഡിഡിൻറ്റ് ഹാവ് എനി ഗുഡ് ക്ലോത്ത്സ്. പക്ഷേ സിൻഡ്രല്ലക്ക് നല്ല ക്ലോത്ത്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ദ പ്രിൻസ് വിസിറ്റഡ് എവ്രി ഹൗസ്. അപ്പം അങ്ങനെ പ്രിൻസ് എല്ലാ വീട്ടിലും വിസിറ്റ് ചെയ്തു. ഹി ഇൻവൈറ്റഡ് ഗേൾസ് ഓൺ ട്രൈ ഓൺ ദ ഷൂ. അപ്പോൾ അവിടെയുള്ള ഗേൾസിനെല്ലാം ഈ ഷൂ ട്രൈ ചെയ്യിക്കാനായിട്ട് വിളിച്ചു. ഓക്കെ, സിൻഡ്രല്ല ഹാഡ് ലെഫ്റ്റ് ഇൻ ദ ബോൾ റൂം. അപ്പോൾ എന്താണ്, ഈ സിൻഡ്രല്ല ആ ബോൾ റൂമിൽ ലെഫ്റ്റ് ചെയ്ത് പോയ ഈ ഷൂ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഗേൾസിനെയും കാണുന്ന ഗേൾസിനൊക്കെ ഈ പ്രിൻസ് വിളിച്ചു. ദ ഗേൾസ് ട്രൈഡ് ഇറ്റ് ഓൺ ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് ഫിറ്റ് എനി വൺ ഓഫ് ദം. അപ്പോൾ എല്ലാ ഗേൾസും ഇത് ട്രൈ ചെയ്തെങ്കിലും ആർക്കും ഇത് കറക്റ്റായി ഫിറ്റായില്ല. ഫൈനലി ദ പ്രിൻസ് റീച്ച്ഡ് സിൻഡ്രല്ലാസ് ഹൗസ്. അപ്പോൾ എന്താണ്, ലാസ്റ്റ് ഈ പ്രിൻസ് സിൻഡ്രല്ലയുടെ വീട്ടിലെത്തി. ദ എൽഡസ്റ്റ് സ്റ്റെപ്പ് സിസ്റ്റർ വെൻ ടു ഹെർ റൂം ടു ട്രൈ ഓൺ ദ ഷൂ. അപ്പോൾ എന്താണ്, ഈ എൽഡസ്റ്റ് സിസ്റ്റർ ഷൂ ട്രൈ ചെയ്യാനായിട്ട് വന്നു. ആൻഡ് ഹെർ മദർ സ്റ്റുഡ് ബൈ. അപ്പോൾ അവളുടെ അമ്മ അവിടെ അരികത്ത് നിൽക്കുന്നുണ്ട്. ബട്ട് ഷീ കുഡ് നോട്ട് ഗെറ്റ് ഹെർ ബിഗ് ടോ ഇൻ ടു ഇറ്റ്. പക്ഷെ അവളുടെ കുറച്ച് വലിയ കാലായതുകൊണ്ട് അതിൽ കൊള്ളുന്നുണ്ടായിരുന്നില്ല. ഫോർ ദ ഷൂ വാസ് ടു സ്മോൾ. ആ ഷൂ അവൾക്ക് ചെറുതായിരുന്നു. ദെൻ ഹെർ മദർ ഹാൻഡഡ് ഹെർ എ നൈഫ് ആൻഡ് സെഡ്, കട്ട് ദ ടോ ഓഫ് ഫോർ when you are a queen you will never have to go on foot. അപ്പോൾ എന്താണ്, നീ നിൻ്റെ ടോ വെട്ടിക്കളയും, നീ ഒരു ക്യൂനായാൽ നിനക്ക് നടക്കേണ്ടിയൊന്നും വരില്ല, അപ്പോൾ കട്ട് ചെയ്ത് കളയി പറഞ്ഞിട്ട് അമ്മ ഒരു നൈഫ് കൊടുക്കുകയാണ് മകൾക്ക്. ഓക്കെ, സോ ദ ഗേൾ കട്ട് ഓഫ് ഹെർ ടോ സ്ക്വീസ്ഡ് ഹെർ ഫുട്ട് ഇൻ ടു ദ ഷൂ. അപ്പോൾ എന്താണ്, ഈ ടോ കട്ട് ചെയ്തിട്ട് അവളുടെ കാല് നെരുക്കിയിട്ട് ആ ഷൂവിൻ്റെ ഉള്ളിൽ കൂടെ ഇടാണ്. ഷീ കൺസീൽഡ് ഹെർ പെയിൻ ആൻഡ് വെൻ ഡൗൺ ടു ദ പ്രിൻസ്. അപ്പോൾ അവളുടെ വേദന കടിച്ച് പറക്കിക്കൊണ്ട് പ്രിൻസിൻ്റെ അടുത്തേക്ക് ഷൂ ഇട്ടിട്ട് പോയി. The prince looked at her shoe and saw blood flowing under it. അപ്പോൾ ഈ പ്രിൻസ് എന്ത് ചെയ്തു, ഈ ഷൂവിൻ്റെ മേലേക്ക് നോക്കിയപ്പോൾ മനസ്സിലായി എന്താണ്, ബ്ലഡ് ഇങ്ങനെ ഷൂവിൻ്റെ മേലെ കൂടെ ഇങ്ങനെ വരുന്നുണ്ട്. നോട്ട് ദ റൈറ്റ് ബ്രൈഡ് അറ്റ് ഓൾ, ദ പ്രിൻസ് ഷൗട്ടഡ് ഇൻ ആങ്കർ. അപ്പോൾ ഇത് ശരിക്കുള്ള ബ്രൈഡ് ഇതല്ല എന്ന് പറഞ്ഞിട്ട് ഈ പ്രിൻസ് ആങ്കർ ദേഷ്യത്തോടെ പറയാണ്. ദെൻ ദ അതർ സിസ്റ്റർ ടൈഡ് ദ ഷൂ. അപ്പോൾ എന്താണ്, ഇനി അടുത്ത സിസ്റ്റർ ഷൂ ട്രൈ ചെയ്തു. ഷീ വെൻറ്റ് ഇൻ ടു ഹെർ റൂം ടു ഡു സോ ആൻഡ് ഗോട്ട് ഹെർ ടൂസ് കംഫർട്ടബിളി ഇൻ ബട്ട് ഹെർ ഹീൽ വാസ് ടു ലാർജ്. Then her mother handed her knife saying, cut the piece of your heel. അപ്പോൾ ഹീൽ വളരെയധികം കൂടുതലായിരുന്നു. അപ്പോൾ ഒരു അമ്മ കത്തി എടുത്തിട്ട് പറഞ്ഞു, ഹീൽ ചെത്തിക്കളയും. വെൻ യു ആർ ദ ക്യൂൻ യു വിൽ നെവർ ഹാവ് ടു ഗോ ഓൺ ഫുട്ട്. അപ്പോൾ നീ ഒരു ക്യൂൻ ആയിക്കഴിഞ്ഞാൽ നിനക്ക് ഫൂട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. സോ ദ ഗേൾ കട്ട് ഓഫ് ദ പീസ് ഓഫ് ഹെർ ഹീൽ ആൻഡ് ത്രസ്റ്റ് ഹെർ ഫുട്ട് ഇൻ ടു ദ ഷൂ. അപ്പോൾ എന്താണ്, ഹീൽ നൈഫ് ഏറ്റ് മുറിച്ചിട്ട് അവളുടെ കാല് അതിലിട്ടു. ദ പ്രിൻസ് ലുക്ക്ഡ് അറ്റ് ഹെർ ഫീറ്റ് ആൻഡ് ബിക്കെയിം മോർ ആംഗ്രി ആൻഡ് ഷൗട്ടഡ്. അപ്പോൾ എന്താണ്, അപ്പോൾ ഇത് കണ്ടപ്പോൾ ഈ പ്രിൻസിന് വളരെയധികം ദേഷ്യമായി. എന്നിട്ട് ഷൗട്ട് ചെയ്യാണ്, ദർ ഈസ് ബ്ലഡ് ഓൺ യുവർ ഷൂ. അപ്പോൾ നിങ്ങളുടെ ഷൂയുടെ മേലെ ബ്ലഡ് ഉണ്ട് എന്ന് പറയാണ്. ദ ഷൂ ഈസ് ടു സ്മോൾ, നോട്ട് ദ റൈറ്റ് ബ്രൈഡ് അറ്റ് ഓൾ. അപ്പോൾ എന്താണ്, നീയും ശരിയായിട്ടുള്ള ബ്രൈഡ് അല്ല എന്ന് പറയാണ്. ദെൻ സിൻഡ്രല്ല കെയിം ഫോർവേഡ് ആൻഡ് സെഡ് ലെറ്റ് മീ ട്രൈ ഇറ്റ്. അപ്പോൾ സിൻഡ്രല്ല നേരെ വന്നിട്ട് പറഞ്ഞു, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ, ഹെർ സിസ്റ്റേഴ്സ് ലാഫ്ഡ് അറ്റ് ഹെർ. അപ്പോൾ അവളുടെ സിസ്റ്റേഴ്സൊക്കെ ഇത് കേട്ടപ്പോൾ ചിരിച്ചു. ക്ലിയർ ഔട്ട് ഓഫ് ഹെർ, ഹൗ ഡയർ യു കം ഹിയർ ഇൻ ദിസ് ഡേർട്ടി റാഗ്സ്. അപ്പോൾ നീ എന്ത് വെച്ചിട്ടാണ് നീ ഈ ഡേർട്ടി ക്ലോത്ത്സൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, ബട്ട് ദ പ്രിൻസ് ആസ്കർ ഹെർ ടു ട്രൈ ദ ഷൂ. പക്ഷേ പ്രിൻസ് പറഞ്ഞു, നീ ഈ ഷൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന്. ഓക്കെ,
ഐ ഹാവ് സീൻ യു സംവെയർ ബട്ട് ഐ കനോട്ട് റിമെമ്പർ വേർ ഹി സെഡ്. അപ്പോൾ എന്താണ്, ഞാൻ നിന്നെ എവിടെയോട്ട് കണ്ടിട്ടുണ്ട്, പക്ഷെ എവിടെയെന്ന് പറയാൻ എനിക്കറിയില്ല എന്ന് പറയാണ്. സിൻഡ്രല്ല പുട്ട് ഹർ ലെഫ്റ്റ് ഫുട്ട് ഇൻ ടു ദ ഷൂ ആൻഡ് ഇറ്റ്സ് ഫിറ്റഡ് ഹർ പെർഫെക്റ്റ്ലി. അപ്പോൾ എന്താണ്, സിൻഡ്രല്ല എന്നിട്ട് ലെഫ്റ്റ് ഫുട്ട് അതിൽ ഇട്ടപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് മാച്ചായി. എവ്രിബഡി വാസ് എസ്റ്റോണിഷ്ഡ്. അപ്പോൾ എല്ലാവർക്കും എന്തോ അത്ഭുതമായി. ഷീ ദെൻ പുൾഡ് ഔട്ട് ദ അതർ ഷൂ ഫ്രം ഹർ പോക്കറ്റ് ആൻഡ് പുട്ട് ഇൻ ടു ഓൺ ഹർ റൈറ്റ് ഫുട്ട്. അപ്പോൾ അടുത്ത ഫുട്ട് അടുത്ത ചെരുപ്പ് അവളുടെ പോക്കറ്റിൽ നിന്ന് ഇട്ടിട്ട് അവൾ റൈറ്റ് ഫുട്ടിൻ്റെ മേലെ അതിട്ടു. ജസ്റ്റ് ദെൻ ദ ഫെയറി അപ്പിയർഡ് ആൻഡ് ടച്ച് ഹർ വിത്ത് ഹർ മാജിക് വാൻഡ്. അപ്പോൾ എന്തായി, ഫെയറി വന്നിട്ട് അവളുടെ മാജിക് വാൻഡ് കൊണ്ട് വേവ് ചെയ്തു. In a moment her rags changed into clothes of silk and gold. അപ്പോൾ എന്താ, ആ മൊമെൻറ്റിൽ അവളുടെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ആ പണ്ടത്തെ ഭംഗിയുള്ള സിൽക്കും ഗോൾഡും ഡ്രസ്സായി. ദ പ്രിൻസ് ഡാൻസ്ഡ് വിത്ത് ജോയ് ആൻഡ് ക്രൈഡ്. അപ്പോൾ പ്രിൻസ് സന്തോഷത്തോടെ എന്താണ്, കരയാണ്. ഓക്കെ, ദിസ് ഈസ് ദ റൈറ്റ് ബ്രൈഡ്, ദ ഷൂ ആർ ഫിറ്റ് ഫോർ ഹെർ. അപ്പോൾ എന്താണ്, ഇതാണ് കറക്റ്റായിട്ടുള്ള ബ്രൈഡ്, ഇവൾക്ക് ഈ ഷൂ പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റാണ്. ഷീ ഈസ് ദ റൈറ്റ് ബ്രൈഡ് ആഫ്റ്റർ ഓൾ. അപ്പോൾ ഇവളാണ് കറക്റ്റായിട്ടുള്ള ബ്രൈഡ് എന്ന് പറയാണ്. ഹി സെഡ് ടു സിൻഡ്രല്ല, യു ആർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേൾ ഇൻ ദ കൺട്രി. അപ്പോൾ ഈ കൺട്രിയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗേൾ നീയാണ്. ഐ വിൽ മേക്ക് യു മൈ ബ്രൈഡ്. അപ്പോൾ ഞാൻ നിന്നെ എൻ്റെ രാജകുമാരിയാക്കും എന്ന് പ്രിൻസ് പറയാണ്. ഓക്കെ, ദ പ്രിൻസ് മാരീഡ് ആൻഡ് ടുക്ക് ഹെർ ടു ദ പാലസ്. അപ്പോൾ ഈ പ്രിൻസ് ഇവളെ കല്യാണം കഴിച്ചിട്ട് പാലസിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, സിൻഡ്രല്ല പാഡേൺ ഹെർ സിസ്റ്റർ ആൻഡ് ടുക്ക് ദം ടു ദ പാലസ്. അപ്പോൾ ഈ സിൻഡ്രല്ല ഇവർ സിസ്റ്റേഴ്സിനോടൊക്കെ ക്ഷമിച്ചിട്ട് ഈ സിസ്റ്റേഴ്സിനെയും പാലസിലേക്ക് കൊണ്ടുപോവാണ്. ദ ലിവ്ഡ് ദ ഹാപ്പിലി ദെയർ ആഫ്റ്റർ. അപ്പോൾ അവിടുന്ന് ശേഷം അവർ ഹാപ്പി ആയിട്ട് ഈ പാലസിൽ താമസിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് സിൻഡ്രല്ലയുടെ സ്റ്റോറി. ഓക്കെ, ഇനി ഈ സ്റ്റോറി കഴിഞ്ഞാൽ ലെറ്റ്സ് റീവിസിറ്റ് ദ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്, 3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിനും കൂടി നമുക്കൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം, പേജ് നമ്പർ 49. ലെറ്റ്സ് റീവിസിറ്റ് ദ സ്റ്റോറി. സിൻഡ്രല്ല ഹാഡ് ടു സഫർ ബിക്കോസ് ഓഫ് ദ ബാഡ് ട്രീറ്റ്മെൻറ്റ് ഫ്രം ഹർ സ്റ്റെപ്പ് മദർ ആൻഡ് സ്റ്റെപ്പ് സിസ്റ്റേഴ്സ്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് സിൻഡ്രല്ല. എന്തുകൊണ്ടാണ്, ഈ സ്റ്റെപ്പ് മദറും സ്റ്റെപ്പ് സിസ്റ്ററും അവളെ വളരെ ക്രൂരമായിട്ടായിരുന്നു ട്രീറ്റ് ചെയ്തത്. റൈറ്റ് ബ്രീഫ്ലി അബൌട്ട് ഹെർ സഫറിങ് ആൻഡ് ഹെർ റിയാക്ഷൻസ് ടു ഇറ്റ്. അപ്പോൾ ചെറിയൊരു ബ്രീഫായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്, അവൾ അനുഭവിച്ച സഫറിങ്സും പിന്നെ റിയാക്ഷൻസും ഒക്കെ എന്തായിരുന്നു. അപ്പോൾ നമുക്കത് എഴുതി നോക്കാം. The stepmother and her 2 daughters begin evil times for the good girl. They declared that those who eat food must earn. They treated Cinderella as a kitchen maid. They took away her pretty dresses and forced her to put on an old grey one and also gave her wooden shoes to wear. In kitchen, she was made to do heavy work from morning to night. She had not but to lie upon. She had to rest on the earth among the cinders. She always looked dirty and dusty as she slept there. Simply, she is treated as a domestic slave. She is thinking about her own mother and crying. അപ്പോൾ എന്താണ്, അവളെ വളരെയധികം അവൾക്ക് ശരിക്കുള്ള ഡ്രസ്സും ഒന്നും കൊടുക്കില്ല. അവളെ നല്ല ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് വളരെ ഓൾഡ് ആയിട്ടുള്ള ഡ്രസ്സായിരുന്നു അവൾക്ക് ഇടാൻ കൊടുക്കുക. മാത്രമല്ല അവളെ ഈ സിൻഡേഴ്സിൻ്റെ ഇടയിൽ, ഹേർത്തിൽ സിൻഡേഴ്സിൻ്റെ ഇടയിലായിരുന്നു അവൾ കിടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾ എപ്പോഴും വളരെ ഡേർട്ടും അഗ്ലി ആയിട്ടായിരുന്നു കണ്ടിരുന്നത്. അങ്ങനെ വളരെയധികം ക്രൂരമായ ഒരു സ്ലേവിൻ്റെ പോലെയായിരുന്നു ഈ സിൻഡ്രല്ലനെ ഈ സിസ്റ്റേഴ്സും അതുപോലെ തന്നെ സ്റ്റെപ്പ് മദറും ട്രീറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2. Cinderella left one of her glass shoes in the ballroom. How did this incident change her life? അപ്പോൾ എന്താണ്, സിൻഡ്രല്ല ഒരു ഗ്ലാസ് ഷൂ ബോൾ റൂമിൽ ലെഫ്റ്റ് ചെയ്തിട്ട് പോയി. ഈ ഇൻസിഡൻറ്റ് അവളുടെ ലൈഫിനെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്തത്? While leaving the ballroom, she left her shoe behind. The prince wanted to find out the girl because the prince fell in love with the girl. അപ്പോൾ എന്താണ്, ഒരു ചെരുപ്പ് അവൾ അവിടെ ഇട്ടിട്ട് പോകുന്നത്, അവിടെ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. പ്രിൻസിന് അതിൻ്റെ ആളെ കണ്ടുപിടിക്കണമായിരുന്നു, കാരണം പ്രിൻസ് ലവിലായിരുന്നു ആ ഗേളുമായിട്ട്. The prince planned to search for the girl in every home of the country with a glass shoe. അപ്പോൾ ഈ ഗ്ലാസ് ഷൂവും പിടിച്ചിട്ട് പ്രിൻസ് ഓരോ
ഓരോ വീട്ടിലും ഈ ഗേളിനെ കണ്ടുപിടിക്കാനായിട്ട് നടന്നു. ഓക്കെ, പ്ലാൻ ചെയ്തു. That left in the ballroom. At last the prince found her and married it her and lived happily hereafter. അപ്പോൾ എന്താണ് ലാസ്റ്റ് അവസാനം പ്രിൻസ് ഈ ഷൂവിൻ്റെ ഉടമയെ കണ്ടുപിടിച്ചിട്ട് കല്യാണം കഴിച്ചിട്ട് അവർ അവിടുന്ന് ഹാപ്പി ആയിട്ട് ജീവിച്ചു. ദ സ്മോൾ ഇൻസിഡൻറ്റ് ചേഞ്ച് സിൻഡ്രല്ലാസ് ലൈഫ്. അപ്പോൾ ഈ ഒരു ചെറിയ ഇൻസിഡൻറ്റ് സിൻഡ്രല്ലയുടെ ലൈഫ് തന്നെ മാറ്റി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. Is Cinderella a lovable girl? Why do you think so? Pick out sentences to substantiate your answer. അപ്പോൾ എന്താണ് ഈ സിൻഡ്രല്ല എന്ന് പറഞ്ഞത് ഒരു ലവബിൾ ഗേൾ ആണോ? വൈ ഡു യു തിങ്ക് സോ? നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്? ദെൻ ഈ ആൻസർ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻറ്റൻസസ് പിക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ സിൻഡ്രല്ല ഇസ് എ ലവബിൾ ഗേൾ. ദർ ഷി വാസ് മെയ്ഡ് ടു ഡു ഹെവി വർക്ക് ഫ്രം മോർണിംഗ് ടു നൈറ്റ്, ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്, ഡ്രോ വാട്ടേഴ്സ്, മേക്ക് ദ ഫയർ, cook and wash. In the evening she was quite tired after the day's hard work. As she had no bed to lie upon, she had to rest the hearth among the cedars. Cinderella spared her sisters and took them into the palace. Above the sentences prove that Cinderella is a lovable and an innocent girl. അപ്പോൾ സിൻഡ്രല്ല ഒരു ലവബിൾ ഗേൾ ആണ്. അതിന് പ്രൂവ് ചെയ്തിട്ടുള്ള സെൻറ്റൻസസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സെൻറ്റൻസസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സിൻഡ്രല്ല എന്ന് പറയുന്നത് ഒരു ലവബിൾ ആയിട്ടുള്ള ഒരു ഇന്നസെൻറ്റ് ഗേൾ ആണ് എന്നത് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. ആക്ടിവിറ്റീസ് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും പറഞ്ഞത് കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.